എത്താറായില്ലേ എന്ന് ചോദിച്ചുള്ള വിളിയാണ് വന്നത്. ഒരു ഗെറ്റ് ടുഗദർ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ആലുവയിലുള്ള ജാതിക്കാത്തോട്ടത്തിൽ. ഞങ്ങൾ പോളിയിൽ പഠിച്ച കുറേ ഫ്രണ്ട്സാണ്, അതിനകത്ത് സീനിയേഴ്സും ജൂനിയേഴ്സും എല്ലാവരും ഉണ്ട്. ഈ ജാതിക്കാത്തോട്ടം എന്ന് പറയുന്നത് പഴയ ഒരു വീടും അതിന് ചുറ്റുമുള്ളൊരു ചെറിയ ജാതിക്കാത്തോട്ടവും അവിടെ ഒരുക്കിയിരിക്കുന്ന ഒരു സെറ്റപ്പ് ഒക്കെയാണ്. നല്ല അടിപൊളി ആംബിയൻസ് ആണ്. ഒരു മഴയും കൂടി ഉണ്ടെങ്കിലുണ്ടല്ലോ അവിടെ ഇരുന്ന് സമയം പോകുന്നത് അറിയില്ല. പിന്നെ ഫുഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറയുകയാണെങ്കിൽ അവർ അതനുസരിച്ച് ഉണ്ടാക്കി തരും. അപ്പോൾ ഞങ്ങൾ ചിക്കൻ സമോസ, പഴംപൊരി, ചായ, കാപ്പിയൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ പഴംപൊരി ഉണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത ഐറ്റം ആയിരുന്നു കേട്ടോ, അടിപൊളി. തിരിഞ്ഞ നജീബ് തിരിഞ്ഞ അവൻ്റെ ആ ബാഗിലുണ്ടല്ലോ നിറയെ മാമ്പഴമാണ്. അത് തിന്നാൻ പറഞ്ഞ കുറേ കശ്മലന്മാരാണത്. ഇതിൻ്റെ ആംബിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനിങ്ങനെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് അത്രയ്ക്ക് ഈ സ്ഥലം കൂടി ഇഷ്ടപ്പെട്ടു. അവിടുന്ന് നേരെ താഴത്തേക്ക് ഒരു സ്റ്റെപ്പ് ഉണ്ട്. അത് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ പുഴയുടെ സൈഡാണ്. അവിടെ ഇരിക്കാൻ വേണ്ടിയുള്ളൊരു സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറേ കസേരകളൊക്കെ ഉണ്ട്. എത്ര നേരം വേണമെങ്കിലും അവിടെ നിന്ന് ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് കഥകളൊക്കെ ആയവർക്ക് ഇങ്ങനെ നിൽക്കാം. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന പഴംപൊരി സമോസയൊക്കെ ഞങ്ങൾ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നു. വെറുതെ അവിടെ ഇരുന്ന് ഈച്ച വന്ന് കളയണ്ടല്ലോ. ഇവിടെ നിന്ന് അതൊക്കെ കഴിച്ച് വീണ്ടും ഓരോ ചായയും കാപ്പിയും കുടിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് മഴ അങ്ങോട്ട് കയറി വന്നത്. വേറെ നിവൃത്തിയൊന്നുമില്ല. അപ്പം പിന്നെ അവിടെ നിന്ന് തിരിച്ച് ഓടിപ്പോയല്ലേ പറ്റൂ. ഞാൻ അവിടെ നിന്ന് കുറച്ചുകൂടെ വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ ഒരു 5 മണി കഴിഞ്ഞപ്പോൾ ഫുഡിൻ്റെ സമയമായി. പൊറോട്ടയും ബീഫും ചിക്കനും പനീറും ഒക്കെ ഉണ്ടായിരുന്നു. ഫുഡ് മൊത്തത്തിൽ കൊള്ളാമായിരുന്നു കേട്ടോ. ആകാശമായവളെ അകലെ പറന്നവളെ. അപ്പം ശരി.